ഇപ്പോൾ മുൻ താരം കൂടിയായ ആസിഫ് സക്കീർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ആസിഫ് സക്കീർ, ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രനൊക്കെ പറഞ്ഞതുപോലെ വലിയൊരു ആശയായിരുന്നു ഏവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ അതിപ്പോൾ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഈ പറയുന്നത് പോലെ ഇനി നമുക്കൊരു സാധ്യത ഉണ്ടാകുമോ? തീർച്ചയായിട്ടും പന്ന്യൻ സാർ പറഞ്ഞ പോലെ വളരെ നിരാശപ്പെടുത്തിയ ഒരു ന്യൂസാണ്. കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു സംഭവമായിരുന്നു നമ്മുടെ മെസ്സി കേരളത്തിൽ വരിക, അർജന്റീനയുടെ മാച്ച് കാണാന്ന് പറഞ്ഞത്. കാരണം ഞാൻ ഒരു ഹ്യൂജ് ഫാനാണ് അർജന്റീനയുടെയും മെസ്സിയുടെയും. അപ്പൊ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇത് എനിക്കറിയില്ല ഇതിനെ കുറിച്ച് ഔദ്യോഗികമായി ഇതിന്റെ ഫുൾ ക്ലിയർ ആയിട്ടുള്ള ഒരു തീരുമാനം വന്നോ എനിക്കറിയില്ല. പക്ഷെ ഒരുപാട് ആഗ്രഹിച്ചു. ഇനിയൊരു സാധ്യത ഉണ്ടാവുമോ എന്നുള്ളതും അറിയില്ല. കാരണം നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചോളം, കേരളത്തിനെ സംബന്ധിച്ചോളം ഫുട്ബോൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരമാണ്. അപ്പോ ഇന്ത്യയിൽ എന്ത് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മെസ്സി വരിക, അതുപോലെ തന്നെ ക്രിസ്ത്യാനോ വരട്ടെ, ലോകോത്തര താരങ്ങളൊക്കെ കേരളത്തിൽ വരട്ടെ. കേരളത്തിൽ ഫുട്ബോളിന് ഇത്രത്തോളം വൈബുണ്ട്, ഇത്രത്തോളം ആരാധകരുണ്ട് എന്നുള്ള ലോകം അറിയട്ടെ. കാരണം അത് ഒരു വിവാദങ്ങളിലേക്കോ പലരും പല എതിരഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തിനാണ് മെസ്സി വരുന്നത്, ഇത്രയും ചെലവൊക്കെ കൊടുത്തിട്ട് ഇവിടെ എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്തതും പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ മെസ്സി കേരളത്തിൽ വരിക, കാലത്ത് എത്രത്തോളം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കേണ്ടത്. അപ്പം ഇതൊരു വല്ലാത്തൊരു നിരാശപ്പെടുത്തി. എങ്കിലും നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. കാരണം അർജന്റീന ഫുട്ബോൾ അസോസിയേഷനൊക്കെ അറിയാൻ പറ്റും. അവരുടെ ഫാൻസ് ബേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് നമ്മളെ കേരളത്തിൽ നിന്നുള്ള ഫുട്ബോൾ പ്രേമികളാണ്. അപ്പോൾ ഒരു കൺസിഡർ ചെയ്യാതിരിക്കില്ല. പക്ഷേ ഇതിന്റെയൊക്കെ ഓരോരുത്തരും ഓരോ പ്രൊസീജിയർ ഉണ്ടല്ലോ, അതിനനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. ഇനിയും എന്തായാലും ഒരു ഹ്യൂജ് മെസ്സി ഫാൻ എന്ന രീതിയിൽ വളരെ നിരാശ തോന്നിയ ഒരു ന്യൂസാണ് കിട്ടിയത്. പക്ഷേ എന്തായാലും നമ്മള് ഇതിന്റെ സ്പോൺസേഴ്സും കാര്യങ്ങളും എല്ലാം ഒത്തു വന്നാലേ ഇത്ര വലിയൊരു മത്സരം നടത്താൻ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം സർക്കാർ ഉണ്ടാക്കട്ടെ, നമ്മള് സ്പോൺസേഴ്സ് വരട്ടെ. കാരണം ലോകത്തിനെ തന്നെ ഉറ്റുനോക്കാവുന്ന രീതിയിലുള്ള ഒരു മാച്ചായിട്ട് ഇത് മാറും. കാരണം അത്രക്കും പ്രതീക്ഷിച്ച അർപ്പിച്ച ആരാധകരാണ് ഇവിടെ അർജന്റീനക്കും മെസ്സിക്കും ഉള്ളത്. അതിൽ ചെറിയ നിരാശ. എന്തായാലും നമുക്ക് വൈകാണ്ട് അടുത്ത ഒരു സാധ്യത നമുക്ക് കൽപ്പിക്കാം. ശരിക്കും ഒന്നുകൂടി വെൽ പ്ലാൻഡ് ആയി മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ നമുക്കൊരു ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ കഴിയുമായിരുന്നു അല്ലേ? അത് വെൽ പ്ലാൻഡ് എന്ന് വെച്ചാൽ അതിനെ കുറിച്ച് എനിക്കറിയില്ല. കാരണം വെച്ചാല് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഇത്രയേ ഉള്ളൂ, വേറെ വിവാദങ്ങളോ കാര്യങ്ങളോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇതിഹാസ താരം മെസ്സി എന്ന ഒരു ഇതിഹാസ താരം കേരളത്തിൽ വരിക എന്ന് പറയുന്നത് വേറെ വിവാദങ്ങൾക്കും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് വല്ലാത്തൊരു ഫുട്ബോളിനെ സംബന്ധിച്ചോളം ഇന്ത്യൻ ഫുട്ബോളും കേരള ഫുട്ബോളും അതിന്റെ ഒരു പ്രോത്സാഹനം കൊടുക്കുക എന്നതിൽ മാത്രമാണ് ഞാൻ കൂടുതലായിട്ട് കാണുന്നത്. കാരണം വലിയൊരു ഉണർവുണ്ട്. അതുപോലെ തന്നെ ഇതിലെല്ലാവരും ഒന്നായിട്ട് നിന്നാലേ ഇന്ത്യയില് അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ എത്രയോ നമ്മുടെ വലിയ വലിയ മൾട്ടി ബില്യണേഴ്സ് ഉണ്ട്. അവരൊക്കെ ഒരുമിച്ച് നിന്നാൽ സ്പോൺസേഴ്സിനൊക്കെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. അതിൽ ഒറ്റക്കെട്ടായി നിന്നാൽ മെസ്സി എന്ന ഇതിഹാസം, അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ വരട്ടെ, ലോകോത്തര ലെജൻഡറി താരങ്ങളൊക്കെ കേരളത്തിൽ ഇല്ലാതെ അവരുടെ കളി ആസ്വദിക്കാൻ കേരളത്തിലെ എല്ലാ ഫുട്ബോൾ ഫാൻസിനും സാധിക്കട്ടെ എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. അപ്പം ഇതിൽ ഒത്തൊരുമിച്ച് നിന്നാല് ഇവിടെ കുറെ ഉണ്ടല്ലോ, എത്രകാലം പൈസക്കാരും ക്യാഷുള്ളവരുള്ള നാടാണ് നമ്മളെ കേരളത്തില്. അപ്പൊ പലതും പല രീതിയിലും നമ്മൾ നടക്കുന്നുണ്ട് ഇവിടെ നമ്മള്. അപ്പൊ അതുപോലെ ഒരു കൂട്ടായ്മയിലൂടെ നടക്കുകയാണെങ്കിൽ ഇത് മെസ്സിയെ കൊണ്ടുവരാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ ഫുട്ബോളിന് കേരളത്തിലും ഇന്ത്യയിലും ഒരു ഉണർവുണ്ടാക്കാൻ പറ്റും. ലോകത്തിലെ ക്ലബ്ബുകൾ ഇവിടെ നമ്മുടെ ഫ്രാഞ്ചൈസി കാര്യങ്ങളൊക്കെ തുടങ്ങാൻ കഴിയും. അങ്ങനെയൊക്കെ കുറെ നല്ല പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്താൽ ഒരുപാട് നല്ല അഡ്വാൻറ്റേജ് നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.